പൂർണ്ണമായിട്ട് ഒരു മാസം നീണ്ട മാഘാചരണമുള്ള ഭാരതത്തിലെ 2 സ്ഥലങ്ങൾ, ഒന്ന് പ്രയാഗ്രാജും മറ്റൊന്ന് തിരുനാവായിയുമാണ്. തീർത്ഥസ്നാനം ചെയ്യുമ്പോഴാണ് ആ ദേവത നമ്മളെ മൊത്തത്തിൽ ശുദ്ധീകരിക്കുന്നതും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും. അപ്പോൾ വിശിഷ്ടമായിട്ടുള്ള സ്ഥലങ്ങളിൽ വിശിഷ്ടമായിട്ടുള്ള സമയത്ത് അത്യധികമായിട്ടുള്ള ദേവതാപ്രഭാവം ഈ തീർത്ഥങ്ങളിൽ ഉണ്ടാകും എന്ന് ഋഷിമാർ കണ്ടെത്തി. ഒരു മലയാളി ഹിമാലയത്തിലോ അങ്ങനെയുള്ള കാശിയിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു സാധാരണ മനുഷ്യൻ ചെന്നാൽ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ശങ്കര ജന്മഭൂമിയിൽ നിന്ന് വന്ന മഹാത്മാവ് എന്ന് പറഞ്ഞിട്ട് സന്യാസിമാർ ഈ സാധാരണക്കാരനെ നമസ്കരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം പുണ്യത്തിൽ ഏറ്റവും ആദരണീയനായ നമ്മുടെ മഹോത്സവത്തിൻ്റെ പേര് കേട്ട ആനന്ദവനം സ്വാമിജിയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. മഹാമണ്ഡലേശ്വർ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സ്വാമിജിയെ നമ്മുടെ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സ്വാമിജി നമസ്കാരം. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണ് മഹാമാഘ മഹോത്സവം. നമ്മളത് ഇപ്പോൾ നിളയുടെ തീരത്ത് അങ്ങ് തിരുനാവായയിൽ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്ത് പുനരാരംഭിച്ചു. ശരിക്കും ഇതുപോലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് ആഘോഷങ്ങളോ ഉത്സവങ്ങളോ ഒക്കെ ഉണ്ടോ? ഭാരതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ തീർത്ഥ ആരാധന എന്ന് പറയുന്നത് പുഷ്കരം ആണ്. ഒരു മഹാത്മാവ് ബ്രഹ്മദേവനെ തപസ് ചെയ്യുകയും അദ്ദേഹം വരമായിട്ട് ആവശ്യപ്പെട്ടത് പുണ്യതീർത്ഥങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് വേണം എന്നാണ്. അപ്പോൾ പുണ്യതീർത്ഥങ്ങളെ പുഷ്ടിപ്പെടുത്താനായിട്ടുള്ള വരം നേടിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ പുഷ്കരൻ എന്നായി. അപ്പം അദ്ദേഹത്തിനോട് വ്യാഴം പറഞ്ഞു, എൻ്റെ കൂടെ സഞ്ചരിച്ചോളൂ, ഞാൻ ഓരോ നദിയുടെയും രാശിയിലെത്തുമ്പോൾ ആ രാശിയിൽ അങ്ങ് ആ നദിയിൽ സാന്നിധ്യം ചെയ്യുക. അപ്പം 12 വർഷം കൂടുമ്പോഴാണ് വ്യാഴം ഓരോ രാശിയിലും എത്തുക. അപ്പോൾ അങ്ങനെ വ്യാഴം ആ ഓരോ നദിക്കും ഓരോ രാശിയുണ്ട്. ആ നദിയുടെ രാശിയിൽ വ്യാഴം വരുമ്പോൾ അവിടെ പുഷ്കരം നടക്കും. അപ്പോൾ ഒരു വർഷത്തോളം വ്യാഴം ഒരു രാശിയിലുണ്ടാവും. അതിൽ ആദ്യത്തെ ഒരു 12 ദിവസമോ അല്ലെങ്കിൽ അവസാനത്തെ 12 ദിവസമാണ് ഓരോ നദിയുടെയും ആ സമയവും കാലമൊക്കെ അനുസരിച്ച് അവിടെ പുഷ്കരമായിട്ട് ആഘോഷിക്കുക. അത് ഒരു തീർത്ഥ പൂജയുടെ. മറ്റൊന്ന് മാഘം. അതായത് മാഘമാസത്തിൽ, അത് സന്യാസിമാരുടെയും രാജാക്കന്മാരുടെയും മാസമാണ് മാഘം. വളരെ വിശിഷ്ടമായിട്ടുള്ള അനവധി തിഥികൾ, അതായത് മകരസംക്രാന്തി, മൗനി അമാവാസി, ഗണേശ ജയന്തി, വസന്തപഞ്ചമി, രഥസപ്തമി, ഭീഷ്മാഷ്ടമി, ഒരു മാഘഗുപ്ത നവരാത്രി, മഹാനന്ദ നവമി, ഗുപ്ത വിജയദശമി, ജയ ഏകാദശി, ഷോഡശിയുടെ അവതാര ദിവസം കൂടിയായിട്ടുള്ള മാഘപൂർണിമ, തൈപ്പൂയം തുടങ്ങി ഒരുപാട് വിശേഷപ്പെട്ട തിഥികൾ തുടർച്ചയായി വരുന്ന വളരെ വിശേഷപ്പെട്ട ഒരു കാലം കൂടിയാണ് ഈ മാഘമാസം. അപ്പോൾ ഈ ശകവർഷത്തിൽ മാസങ്ങൾക്ക് പേര് വരുന്നത് ഏത് നക്ഷത്രത്തിലായിരുന്നോ പണ്ട് കാലത്ത് പൗർണമി വന്നിരുന്നത് അതനുസരിച്ചിട്ടാണ്. മകത്തിൻ്റെ സംസ്കൃതമാണ് മാഘം. അപ്പോൾ മകൻ നക്ഷത്രത്തിലായിരുന്നു പഴയ കാലത്ത് പൗർണമി വന്നിരുന്നത്. അതുകൊണ്ടാണ് മാഘം എന്നുള്ള പേര്. ഇന്നിപ്പോൾ ഗ്രഹങ്ങളുടെ ഒരു ഗതിയിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മൂലം അത് ഒരു ദിവസമോ 2 ദിവസമോ വൈകിട്ടാണ് ആ നക്ഷത്രം വരിക എന്ന് മാത്രം. മാസത്തിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ മാഘമാസത്തിൽ എല്ലാ തീർത്ഥങ്ങളിലും മാഘപൂർണിമ വളരെ വിശേഷപ്പെട്ട ആചരണമുള്ള ദിവസമാണ്. അത് നദികളായിക്കോട്ടെ സരസ്സുകളായിക്കോട്ടെ ഏത് തീർത്ഥങ്ങളിലും അത് വളരെ വിശേഷമാണ്, ആ സ്നാനവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ. പക്ഷെ മാഘം പൂർണ്ണമായിട്ട് ഒരു മാസക്കാലം അതിവിശിഷ്ടമായിട്ട് അതിനെ കൽപ്പവാസം ചെയ്യുക എന്ന് പറയും. അതായത് എല്ലാ ദിവസവും നദിയിൽ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ജപ പാരായണ അങ്ങനെയുള്ള നിഷ്ഠകൾ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് വളരെ ലഘുവായ ഭക്ഷണം കഴിച്ച് ആ ഒരു വ്രതനിഷ്ഠയോടുകൂടി ഒരു മാസം കഴിയുന്നത് ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം, ഒരു കൽപ്പകാലം തപസ് ചെയ്താലുള്ള ഫലമാണ്. അപ്പം അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു മാസം നീണ്ട മാഘാചരണമുള്ള ഭാരതത്തിലെ 2 സ്ഥലങ്ങൾ, ഒന്ന് പ്രയാഗ്രാജും മറ്റൊന്ന് തിരുനാവായിയുമാണ്. അപ്പോൾ പ്രയാഗ്രാജിൽ വർഷം മുടങ്ങാതെ ഇത് എല്ലാ കാലവും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 20 കോടിയിലേറെ ആളുകൾ സ്നാനം ചെയ്തു മാഘത്തിൽ. ഒരു 25-30 ലക്ഷത്തോളം ആളുകൾ അവിടെ കൽപ്പവാസം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്നവരായിട്ടുണ്ട്.
തിരുനാവായയിൽ പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരു 2.5 നൂറ്റാണ്ട് മുമ്പ് 2.5 നൂറ്റാണ്ട് മുമ്പ് അത് നിന്നുപോയി. ഇപ്പോഴാണത് വീണ്ടും പുനരാരംഭിക്കുന്നത്. ഈ മാഘമേളകളുടെ ഒരു തുടർച്ചയാണ് ഒരർത്ഥത്തിൽ കുംഭമേളകൾ. ഇപ്പോൾ പ്രയാഗ്രാജിൽ 12 വർഷം കൂടുമ്പോൾ ഉള്ള മാഘമാസത്തിലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത്. 6 വർഷം കഴിയുമ്പോഴാണ് അർദ്ധകുംഭമേള നടക്കുന്നത്. തിരുനാവായയിലാണെങ്കിൽ അങ്ങനെ 12 വർഷം കഴിയുമ്പോൾ ഉള്ള മഹത്തായ സമയം സിംഹം രാശിയിൽ, ചിങ്ങരാശിയിൽ വ്യാഴം വരുന്ന സമയമാണ്. അതാണ് നിളയുടെ പുഷ്കരം. ആ സമയത്ത് സിംഹസ്ഥ എന്ന് പറയും. സിംഹരാശിയിലാണ് വ്യാഴം വരുന്നതുകൊണ്ട് സിംഹസ്ഥ എന്ന് പറയും. അപ്പം അതിൻ്റെ മാഘമാസത്തിലാണ് നിളയിൽ വിശേഷം എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാലാണ്, അതിന് മുമ്പാണ് നാസിക്കിലെ കുംഭമേള, അത് കഴിഞ്ഞാലാണ് ഉജ്ജയിനിലെ കുംഭമേള. അപ്പോൾ ഉജ്ജയിനിലെ കുംഭമേളയും സിംഹസ്ഥ എന്നാണ് പറയുക. 27 നാസിക്കിലെ കുംഭമേള നടക്കും. അത് കഴിഞ്ഞ് 28 ഉജ്ജയിനിലെ കുംഭമേള നടക്കും. അതിനിടയിലാണ് ഈ തിരുനാവായയിലെ വിശേഷപ്പെട്ട മാഘം വരുന്നത്. അപ്പം ഇങ്ങനെ ഈ 3ഉം ചേർന്നതാണ് പ്രധാനപ്പെട്ട തീർത്ഥാരാധനകൾ. അതായത് പുഷ്കരം, മാഘം, കുംഭമേള, ഈ 3 തരത്തിലുള്ള കാര്യങ്ങൾ. തിരുനാവായയിൽ മാഘമാണ് പൂർണ്ണാർത്ഥത്തിൽ ഏറ്റവും വിശേഷമായി നടക്കുന്നത്. 12 വർഷം കൂടുമ്പോൾ നിളയുടെ പുഷ്കരമായിട്ടുള്ള സിംഹസ്ഥ വരും. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു കാര്യക്രമം. ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് സ്വാമിജി നമ്മൾ ഈ തിരുനാവായയിൽ സത്യം പറഞ്ഞാൽ മഹാമാഘ മഹോത്സവമാണ് നടന്നതെങ്കിലും അത് കുംഭമേളയാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിൽ കുറച്ചെങ്കിലും ആൾക്കാർ ആ രീതിയിൽ ധരിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും അവർ തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടെ അവർക്കൊന്നും തെറ്റിദ്ധാരണയല്ല, കേരളത്തിൻ്റെ കുംഭമേള തന്നെയാണ്. അതായത് നമ്മൾ കുംഭമേളകൾ എന്ന് പറയുന്നത് ഒരു സന്യാസിമാരുടെയും കുംഭമേളയുടെ ഐതിഹ്യം ഗരുഡൻ അമൃത കലശവുമായിട്ട് ദേവാസുര യുദ്ധത്തിന് തുടർന്ന് അമൃത കലശവുമായിട്ട് യാത്ര ചെയ്യും. 4 തീർത്ഥഘട്ടങ്ങളിൽ ഗരുഡൻ ഈ അമൃതകുംഭം ഇറക്കി വെച്ച് വിശ്രമിക്കുകയും ആ സമയത്ത് നദിയിൽ അമൃതിൻ്റെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളതുമാണ് 4 കുംഭമേളകളുടെ ഐതിഹ്യം. പക്ഷേ ആ കുംഭമേളയ്ക്ക് സമാനമായിട്ട് ഇപ്പോൾ കുംഭമേളയിൽ ഈ ഐതിഹ്യത്തിനെ തുടർന്ന് എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ചരാചര സംഗമമാണ്. ചരതീർത്ഥങ്ങളായിട്ടുള്ള സന്യാസിയും സാധുസന്ത് മഹാത്മാക്കളും അചരതീർത്ഥമായിട്ടുള്ള പ്രയാഗ്രാജ് ആ തീർത്ഥവും സംഗമിക്കുകയാണ്. അല്ലെങ്കിൽ ക്ഷിപ്ര, ഗോദാവരി തുടങ്ങിയ തീർത്ഥങ്ങളും സംഗമിക്കുകയാണ്. അപ്പോൾ ചരാചര തീർത്ഥ സംഗമമാണ് കുംഭമേളകൾ. എല്ലാ സന്യാസിമാരും അവിടെ പങ്കെടുക്കുന്നു, എല്ലാ സജ്ജനങ്ങളും അവിടെ പങ്കെടുക്കുന്നു, എല്ലാ വിദ്വാന്മാരും പങ്കെടുക്കുന്നു. അവിടെ അനുഷ്ഠാനങ്ങൾ നടക്കുന്നു, ധർമ്മവിചാരം നടക്കുന്നു, ശാസ്ത്രചിന്ത നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ കുംഭമേളകളിൽ എന്താണോ കാര്യക്രമങ്ങൾ നടക്കുന്നത് അതേ കാര്യക്രമങ്ങൾ തന്നെയാണ് മാഘമേളയിലും നടക്കുന്നത്. അപ്പോൾ കുംഭമേളകളിൽ പോലെ കുംഭമേളയ്ക്ക് സമാനമായിട്ട് കേരളത്തിൻ്റെ കുംഭമേള എന്നുള്ള രീതിയിൽ പഴയകാലം തൊട്ട് നടന്നു വന്നിരുന്നതാണ് ഈ മാഘമഹോത്സവം. അപ്പോൾ ഇന്ന് നമുക്ക് പരിചിതമായത് കുംഭമേളയാണ്. കാരണം മാഘം നടന്നിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ അതുകൊണ്ട് കുംഭമേള എന്ന് പറയും. പഴയ പുരാതന കാലത്ത് ഒരാൾ കുംഭമേള കാണാൻ പോയിരുന്നു എന്നുണ്ടെങ്കിൽ വന്ന ഒരാളോട് പറയുക നമ്മുടെ മാഘമേള പോലെ എന്നാണ്. കാരണം അവിടുത്തെ ആളുകൾ ഇതാണ് കണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കേരളത്തിൻ്റെ കുംഭമേളയാണ് നമുക്ക് മാഘമേള എന്ന് പറയാം. എന്തൊക്കെയാണോ കുംഭമേളകളിൽ നടക്കുന്ന കാര്യക്രമം അതേ കാര്യക്രമങ്ങൾ തന്നെയാണ് മാഘമേളയിലും നടക്കുന്നത്. ഓക്കെ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് പുനരാരംഭിച്ചു എന്ന് പറഞ്ഞല്ലോ, ശരിക്കും ഇതിൻ്റെ അനിവാര്യത എന്താണ്? അതായത് മാഘമേളകൾ അല്ലെങ്കിൽ കുംഭമേളകൾ അല്ലെങ്കിൽ പുഷ്കരമേളകളൊക്കെ ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് തീർത്ഥങ്ങളിലാണ്. നമ്മുടെ ശാസ്ത്ര പാരമ്പര്യം അനുസരിച്ച് ദേവതയുടെ സാന്നിധ്യം. ശരീരത്തിലാണെങ്കിൽ നമ്മളുടെ പ്രാണനിലാണ് നമ്മുടെ ദേവത എന്ന് പറയും. അപ്പം ഈ പ്രാണൻ്റെ സ്ഥാനം പ്രകൃതിയിലെ ജലത്തിലാണ്. ആധുനിക പഠനങ്ങളൊക്കെ അനുസരിച്ച് തന്നെ ജീവൻ ഉത്ഭവിച്ചത് ജലത്തിലാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലുള്ളത് ജലമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ജലമാണ്. ജലമില്ലാതെ ഒന്നിനും നിലനിൽക്കാൻ കഴിയില്ല. ജീവൻ നിലനിൽക്കണമെങ്കിൽ ജലം വേണം. അപ്പോൾ അങ്ങനെ ആ തീർത്ഥത്തെ ദേവതകൾ പ്രകടമാകുന്ന ദേവതകളുടെ നിത്യസാന്നിധ്യമുള്ള ഒന്നായിട്ടാണ് അതുകൊണ്ട് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു തീർത്ഥത്തിൻ്റെ അടുത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ തീർത്ഥത്തിലെ ദേവത എന്താണ് എന്ന് നമ്മളെ വ്യക്തമാക്കി തരാനാണ് ആ ക്ഷേത്രം ഉള്ളത്. അപ്പം ക്ഷേത്ര ദർശനത്തേക്കാൾ പ്രാധാന്യമുള്ള ഒന്നാണ് തീർത്ഥസ്നാനം. തീർത്ഥസ്നാനം ചെയ്യുമ്പോഴാണ് ആ ദേവത നമ്മളെ മൊത്തത്തിൽ ശുദ്ധീകരിക്കുന്നതും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും. അപ്പം വിശിഷ്ടമായിട്ടുള്ള സ്ഥലങ്ങളിൽ വിശിഷ്ടമായിട്ടുള്ള സമയത്ത്
അത്യധികമായിട്ടുള്ള ദേവതാ പ്രഭാവം ഈ തീർത്ഥങ്ങളിൽ ഉണ്ടാകും എന്ന് ഋഷിമാർ കണ്ടെത്തി. ആ ദേവതാനുഗ്രഹത്തെ നമ്മളുടെ ഊർജമായിട്ട് ശക്തിയായിട്ട് പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് തീർത്ഥസ്നാനം ചെയ്ത് അതിൻ്റെ കരയിൽ ജപപാരായണാദികളൊക്കെ ചെയ്ത് ഇരിക്കണം എന്നുള്ള നിഷ്ഠയുണ്ടാക്കിയത്. അപ്പോൾ അത് നിന്നു പോയതോടുകൂടി ഇപ്പം ഭാരതപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കേരള ചരിത്രത്തിൽ കേരളത്തിൻ്റെ സംസ്കൃതിയിൽ പരമപ്രധാനമായിട്ടുള്ള സ്ഥാനമുള്ള ഒന്നാണ്. കേരളത്തിൻ്റെ എല്ലാ സംസ്കൃതിയും എല്ലാ അറിവും ഉടലെടുത്തത് ഈ നദീതടത്തിൻ്റെ കരയിലാണ്. കേരളത്തിൻ്റെ നളന്ത എന്ന് പറയാവുന്ന കൂടല്ലൂർ കളരി, കേരളത്തിൻ്റെ ഒരു തന്ത്രപാരമ്പര്യം എന്ന് പറയുന്ന മലബാരം, പറയിവെറ്റ പന്തിരുകുലത്തിൻ്റെ 12 കുലങ്ങളും, വെള്ളിനേഴി പോലുള്ള കഥകളി, പഞ്ചവാദ്യമുണ്ടായ തിരുവില്ലാമല, പല്ലാവൂരപ്പമാരാരെ പോലുള്ള മേളത്തിൻ്റെ പല്ലാവൂര് പോലുള്ള സ്ഥലങ്ങൾ, വൈദ്യമഠം പോലുള്ള ആയുർവേദ കേന്ദ്രങ്ങൾ, മറ്റ് ആയുധ കളരികൾ, തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും മേൽപ്പത്തൂരിൻ്റെയും പൂന്താനത്തിൻ്റെയും ഒക്കെ തപോഭൂമി, തിരുനാവായ യോഗം എന്ന് പറയുന്ന യുനെസ്കോ അംഗീകരിക്കപ്പെട്ട പൈതൃകമായിട്ടുള്ള വൈദിക പാരമ്പര്യം, എല്ലാ ദിവസവും യാഗം നടന്നിരുന്ന പാഞ്ഞാൾ, ഇതൊക്കെ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഈ മാഘം നിലച്ചതോടുകൂടി ഈ സംസ്കൃതിയൊക്കെ നിലച്ചു. ഇതെല്ലാം ഇന്ന് നാമാവശേഷമാണ്, ഒന്നുമില്ല. ഇതില്ലാതായതോടുകൂടി സമാജത്തിൻ്റെ ആന്തരികമായിട്ടുള്ള ബലമാണ് ഇല്ലാതായത്. സമാജവും ധാർമ്മികമായിട്ടുള്ള ആചരണങ്ങളുമൊക്കെ ദുർബലമാവുകയാണ് ഉണ്ടായത്. അപ്പോൾ മാഘത്തിൻ്റെ അനുഷ്ഠാനം ശക്തിപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രഭാവത്തിലൂടെ ഈ സംസ്കൃതി പുനരുജ്ജീവിക്കുകയും ആ സാമാജികരായിട്ടുള്ള ആളുകൾക്ക് ധാർമ്മികമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ബലം വന്നു ചേരുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഒരു രോഗാവസ്ഥയിലിരിക്കുന്ന ഒരാൾ നല്ല ഭക്ഷണവും വ്യായാമവും ഒക്കെ ചെയ്ത് ആരോഗ്യം വീണ്ടെടുക്കുന്നത് പോലൊരു പ്രക്രിയയാണ്. പല മോശപ്പെട്ട ശീലങ്ങൾ കൊണ്ട് ആരോഗ്യം നശിച്ചൊരാൾ നല്ല ശീലങ്ങളിൽ കൂടെ ആ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്ന പ്രാധാന്യമാണ് ഈ മാഘത്തിൻ്റെ പുനരുജ്ജീവനത്തിന് സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഓക്കെ, അതാണ് അതിൻ്റെ അനിവാര്യത. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ ഇത്രയും വർഷത്തിന് ശേഷമാണ് നമ്മളിത് വീണ്ടും നിങ്ങളുടെ തീരത്ത് തുടങ്ങുന്നത്. നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസാരിക്കുന്ന സമയം നമുക്ക് ഭാരതം നമ്മുടെ ലോകത്തിൽ വെച്ചിട്ട് ഭാരതമാണ് സ്പിരിച്വാലിറ്റിയിൽ അല്ലെങ്കിൽ ദൈവികതയിൽ നമുക്ക് വരുമ്പോൾ വരുന്ന ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നോർത്ത് ഇന്ത്യയിലോട്ടാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഇത്രയും നമുക്ക് കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഇരുന്നിട്ടും നോർത്ത് ഇന്ത്യയിലാണ് എല്ലാവരുടെയും ഒരു ഫോക്കസ് പോകുന്നത്. അതെന്തുകൊണ്ടായിരിക്കും സൗത്ത് ഇന്ത്യ അവിടെ കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ആരുടെയും ഒരു ഇതിലേക്ക് പെട്ടെന്ന് സൗത്ത് ഇന്ത്യ ഓടി വരാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ ഉത്തരഭാരതത്തിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ശങ്കരാചാര്യ മാർഗോ ശങ്കരാചാര്യ ചൗക്കോ ഇല്ലാത്ത ഒരു നഗരം പോലും കാണാൻ കഴിയില്ല. കുംഭമേളകളിൽ വന്നാൽ ഏതാണ്ട് 100,000-ഓളം ശങ്കരാചാര്യരുടെ ചെറിയ ചെറിയ ശ്രീകോവിലുകളോ വിഗ്രഹങ്ങളോ കാണാൻ പറ്റും. അപ്പം കേരളത്തിൽ ജനിച്ച ഒരു മഹാത്മാവിനെ ഭാരതത്തിലെല്ലായിടത്തും ആ രീതിയിലാണ് മാനിക്കുന്നത്. ഒരു മലയാളി ഹിമാലയത്തിലോ അങ്ങനെയുള്ള കാശിയിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ ചെന്നാൽ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ശങ്കര ജന്മഭൂമിയിൽ നിന്ന് വന്ന മഹാത്മാവ് എന്ന് പറഞ്ഞിട്ട് സന്യാസിമാർ ഈ സാധാരണക്കാരനെ നമസ്കരിക്കും. അപ്പം അത്രയും വൈശിഷ്ട്യം ഭാരതത്തിൽ തന്നെ ദക്ഷിണേന്ത്യക്കുണ്ട്, അല്ലെങ്കിൽ ശങ്കര ജന്മഭൂമിയായിട്ടുള്ള കേരളത്തിനുണ്ട്. പക്ഷേ കാലക്രമേണ ഈ ദക്ഷിണ ഭാരതത്തിൽ ധർമാചരണം കുറഞ്ഞു പോവുകയും ധാർമ്മികമായിട്ടുള്ള വ്യവസ്ഥ ദുർബലമാവുകയും ചെയ്തപ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു. ധാർമ്മികമായിട്ടുള്ള സംഗമങ്ങളും ധാർമ്മികമായിട്ടുള്ള ആഘോഷങ്ങളും നടക്കുന്നതിൻ്റെ അറിവ് കുറഞ്ഞു. നമുക്ക് നമ്മുടെ സംസ്കാരത്തിൽ ശക്തിയില്ലാതെ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ആത്മാഭിമാനമില്ലാതെ വന്നതുകൊണ്ട് നമ്മൾ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ലോകത്തിനോട് പറയാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടായില്ല. അപ്പം ഞങ്ങളുടെ അവിടെ ഇന്നൊരു അനുഷ്ഠാനമുണ്ട്, ഞങ്ങളുടെ അവിടെ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ അറിയിക്കാനുള്ള ഒരു കാര്യം ഉണ്ടായില്ല. അപ്പം അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കുറഞ്ഞു. ഉള്ള പ്രോഗ്രാമുകളെ തന്നെ ആ രീതിയിൽ അറിയിക്കുന്നതിനുള്ള ഒരു ഇതും കുറഞ്ഞു. അപ്പം അങ്ങനെ പ്രചാരത്തിൻ്റെ അഭാവം കൊണ്ട് മാത്രമാണ് ആ ഒരു തരത്തിൽ ഇവിടെയുള്ളതിൻ്റെ പ്രസക്തിയെ അറിയിക്കാം. അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് നമ്മുടെ ഇവിടെ ഉള്ളവർക്കാണ് ഇത് മനസ്സിലാവാത്തത്. അതെ, പുറത്തുള്ളവർ ഇപ്പോഴും മാനിക്കുന്നുണ്ട്. അതെ, അല്ല പുറത്തുള്ളവർക്കും നമ്മളെ കുറിച്ച് പറഞ്ഞാലാണ്
അറിയുക. അപ്പം അങ്ങനെയുള്ള നമ്മൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട്, അതിനെ കൂടുതൽ ശക്തമായി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാത്തത് കൊണ്ട് ആ ഒരു അറിവ് കുറവ് ലോകത്തിന് നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. ഉണ്ട്. അതെ.